നമസ്കാരം. ആത്മീയതയുടെ മറവിൽ ജനങ്ങളെ പറ്റിച്ച് കോടികൾ സമ്പാദിച്ച സജിത് ജോസഫിന്റെ തട്ടിപ്പുകളിൽ പിടിവീഴുമെന്നായപ്പോൾ കുരിശ് സ്ഥാപിച്ച് കയ്യേറ്റത്തെ മറയ്ക്കാനാണ് ശ്രമം നടത്തിയത്. എന്നാൽ ഈ കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കിയതോടെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് സജിത്ത് രംഗത്ത് വന്നത്. തന്റെ പക്കൽ സ്ഥലം സംബന്ധിയായ രേഖകളുണ്ടെന്നും ഇത് പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ മാധ്യമങ്ങൾ കയ്യേറ്റമെന്നാരോപിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നു എന്നുമാണ് സജിത്തിന്റെ അവകാശവാദം. ഈ കള്ളം വിശ്വസിച്ച് ചിലർ സജിത്തിനോട് അനുഭാവ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറിയാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ സജിത്തിന്റെ ദുർപ്രചരണം വിശ്വസിക്കുന്നത്. അദ്ദേഹം സജിത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. കള്ളം പറയുന്നതും രോഗശാന്തി ശുശ്രൂഷയും പതിവാക്കിയ സജിത് ജോസഫിന്റെ തന്ത്രത്തിൽ പലരും വീണുപോകുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. കുറെ രേഖകൾ ചൂണ്ടിക്കാട്ടി തനിക്ക് പട്ടയമുണ്ടെന്നാണ് സജിത് ജോസഫ് അവകാശപ്പെടുന്നത്. 1952 മുതൽ പട്ടയം കിട്ടിയെന്ന് പറഞ്ഞാണ് അവകാശവാദം. പലരിൽ നിന്നായി കൈമാറി താൻ വാങ്ങിയെടുത്തു എന്നുമാണ് അവകാശവാദം. 2021 ധ്യാന കേന്ദ്രത്തിന്റെ ആവശ്യത്തിനായി സ്ഥലം വാങ്ങിയതും ഇതിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നുമാണ് ഇയാളുടെ അവകാശവാദം. ഇത് പ്രകാരം സർക്കാർ പുറംപോക്കാണെന്ന് നോട്ടീസ് വന്നപ്പോൾ സർവേ നമ്പർ കാണിച്ച് പരിശോധനയ്ക്ക് കൊടുത്ത് അപ്പോൾ മാധ്യമങ്ങൾ തട്ടിപ്പെന്ന് വാർത്ത എഴുതിയെന്നുമാണ് സജിത്ത് പറയുന്നത്. എന്നാൽ പട്ടയ ഭൂമിക്കപ്പുറത്തേക്ക് സജിത്ത് ഭൂമി കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. അതിലാണ് സർക്കാരിന്റെ പരിശോധനകൾ നടക്കുന്നത്. ഈ പട്ടയഭൂമിക്ക് പുറമെ സജിത്ത് പലരിൽ നിന്നായി ഭൂമി വാങ്ങിയിട്ടുമുണ്ട്. കൂടാതെ ഭാര്യയുടെ പേരിലും ഇയാൾ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. തന്റെ ഭൂമിക്ക് പട്ടയമുണ്ടെന്ന് സജിത്ത് അവകാശപ്പെടുന്നത് ശരിയാണ്. എന്നാൽ അത് 3.5 ഏക്കർ ഭൂമിക്കാണ്. സജിത്തിന്റെയും ഭാര്യയുടെയും പേരിലുള്ള ഭൂമിക്ക് പുറമെ അനധികൃതമായി കയ്യേറി എന്നതാണ് ആരോപണം. ഇങ്ങനെയുള്ള കയ്യേറ്റത്തിലാണ് ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് സജിത്ത് മിണ്ടുന്നില്ല. പകരം പട്ടയമുള്ള ഭൂമിയുടെ രേഖകൾ കാണിച്ചാണ് തട്ടിപ്പ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് വസ്തുത. പരുന്തുംപാറയിൽ സജിത്തിന്റെ പേരിലും സജിത്തിന്റെ ഭാര്യയുടെ പേരിലും ഭൂമിയുണ്ട്. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖകൾ സഹിതം മറുനാടൻ നേരത്തെ വാർത്ത പുറത്തുവിട്ടതാണ്. പലരിൽ നിന്നും ചുളു വിലയ്ക്ക് വാങ്ങിയതടക്കം മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ഇവിടെ നടക്കുന്ന റോഡ് നിർമ്മാണത്തെക്കുറിച്ചും വേലി കെട്ടിയതിനെക്കുറിച്ചും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതേക്കുറിച്ചൊന്നും സജിത്ത് ഇപ്പോൾ പറയുന്നില്ല. സജിത്തിന്റെ പേരിലെ ഭൂമിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നിയമപരമായ ഭൂമിക്കൊപ്പം റവന്യൂ ഭൂമി കൂടി കയ്യേറുകയും ചെയ്തു. ഇതിൽ എവിടെയാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് വ്യക്തമല്ല. അനധികൃത ഭൂമി സ്വന്തമാക്കാൻ വ്യാജരേഖ ഉണ്ടാക്കുന്ന ക്രിമിനൽ പ്രവൃത്തിയും സജിത്ത് ജോസഫ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം റവന്യൂ മന്ത്രി രാജൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിലാണ് ഈ കയ്യേറ്റങ്ങൾ നടന്നതെന്നുകൊണ്ട് തന്നെ സജിത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കുന്നില്ല. വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് സജിത്തിനെതിരെ ചുമത്തേണ്ടത്. അത്തരം നടപടികൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. പരുന്തുംപാറയിൽ നടന്ന കയ്യേറ്റം സംബന്ധിച്ച ഹൈക്കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കയ്യേറ്റമാണെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ പരിസ്ഥിതി ദുർബല മേഖലയായ പരുന്തുംപാറയിൽ കയ്യേറിയ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കുമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. IG സേതുരാമൻ, ഇടുക്കി മുൻ ജില്ലാ കളക്ടർ H ദിനേശൻ എന്നിവർ നൽകിയ റിപ്പോർട്ടിലാണ് നിർദ്ദേശം. ഉടമസ്ഥാവകാശ രേഖകളുടെ പിൻബലമില്ലാത്ത മഞ്ചുമല വില്ലേജിലെ 441, 859/1, 176/1 എന്നീ സർവേ നമ്പറുകൾ സജിത്ത് ജോസഫ് എന്നയാളുടെ കൈവശത്തിരിക്കുന്ന സ്ഥലവും വസ്തുവകകളും നിയമപരമായ നടപടികളിലൂടെ ഒഴിപ്പിച്ചെടുക്കണമെന്ന് കാട്ടി ഉന്നതതല സംഘം പ്രത്യേക റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തതാണ്.